ഹായ് സ്റ്റുഡൻസ്, നിങ്ങളുടെ സ്വന്തം നിഫി മിസ് എത്തിയിരിക്കുന്നു. നിഫി മിസ് ഇന്ന് നമ്മൾ ജോഗ്രഫിയിലെ ചില ഒരു ടോപ്പിക്കാണ്. അത് നിങ്ങൾ ബോർഡെ കണ്ട പോലെ തന്നെ. അതായത് നമ്മൾ ഇന്ന് കുറച്ച് യാത്ര ചെയ്യാൻ പോവാണ്. ഇന്നത്തെ യാത്രകളുടെ പ്രത്യേകത എന്താ? ഇറ്റ്സ് ഫ്രം റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് പെർമാഫ്രോസ്റ്റ്. എവിടെയാണ്? മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക്. അപ്പൊ നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യാൻ പോവാണ്. നിങ്ങൾ എത്ര പേർക്ക് ഈ ട്രാവലിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരുണ്ട്? ട്രാവലിംഗ് ഒക്കെ ചെയ്യണം ഫ്യൂച്ചറിൽ എന്നൊക്കെ ഒരു എയിം ഒക്കെ ഇഷ്ടമുണ്ട് അല്ലെ? ചെറിയ ചെറിയ യാത്രകളാണെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ടാകത്തില്ലേ? ഇന്ന് നമുക്ക് അതുകൊണ്ട് തന്നെ ചെറിയൊരു യാത്രയിൽ കൂടി പോകുമ്പോൾ പ്രകൃതിയെ നന്നായിട്ട് അറിയാനായിട്ട് ഈ സെക്ഷനിലൂടെ സാധിക്കും. ഇന്ന് ഈ സെക്ഷനിൽ പറയുന്ന ഇക്വറ്റോറിയൽ റീജിയനെ പറ്റിയാണ്. ഇക്വറ്റോറിയൽ റീജിയന്റെ ഒരു ക്ലൈമാറ്റിക് രീതി എങ്ങനെയാണെന്നാണ് ഇത് പറയുന്നത്. അതില് നമുക്കറിയാം, ഒരു ക്ലൈമാറ്റിക് രീതി എന്ന് പറയുമ്പോൾ മിസ് പറയുമ്പം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. എന്താണ് ഈ ക്ലൈമാറ്റിക് രീതിയിൽ? എന്തൊക്കെയാണ്? നോർമലി നമ്മൾ മഴയുണ്ട്, വെയിലുണ്ട്, തണുപ്പുണ്ട്, മഞ്ഞുണ്ട്. അപ്പം അതേപോലെ ഇക്വറ്റോറിയൽ റീജിയനിലുള്ള എന്താണ് മഞ്ഞ്, മഴ, വെയില്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൂടെയാണ് മിസ് പറയുന്നത് ഈ സെക്ഷനിൽ. അപ്പം ഈ ആസ് ദ ഹെഡിങ് ഡിഫൈൻസ്, ഹെഡിങ്ങിൽ എന്താ പറയുന്നത്? മഴക്കാടുകളിൽ നിന്ന്. അപ്പം മഴക്കാടുകൾ, റെയിനി ഫോറസ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ ഇക്വറ്റോറിയൽ റീജിയനിലെ ഫീച്ചറാണ്. പിന്നെ മഞ്ഞുരുകാത്തെന്ന് ചെയ്യാൻ എവിടെയോ നമ്മളവിടെ പല ചില ആനിമൽസിന്റെ ഒക്കെ പേരുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? ഈ മഞ്ഞ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന പല ഏരിയകളൊക്കെ ഓർമ്മ വരുമല്ലോ. അതിലേക്ക് മിസ് പറയും. ഇന്നെങ്കിൽ നമ്മൾ നോക്കുന്നത് ഈ ഒരു ഇക്വറ്റോറിയൽ റീജിയനിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്ലൈമാറ്റിക് രീതികൾ, അതിലേക്ക് എങ്ങനെ പോകുന്നു എന്നതാണ് ഈ ഒരു സെക്ഷനിൽ മിസ് പറയുന്നത്. മിസ് പറഞ്ഞു നമ്മളിന്ന് പോകുന്നത് ഇക്വറ്റോറിയൽ റീജിയനിലാണ്. അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ, അവിടുത്തെ ഒരു പ്രകൃതി ഒന്ന് മനസ്സിലാക്കാൻ, അവിടുത്തെ ആ ഒരു ഊഷ്മളത എന്ന് പറയത്തില്ലേ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പം ആ ഊഷ്മളത എന്താണെന്ന് എല്ലാവർക്കും അറിയണ്ടേ? അപ്പൊ അവിടുത്തെ ടെമ്പറേച്ചറിലേക്ക് നമുക്കൊന്ന് പോവാം. ടെമ്പറേച്ചറിൽ പോകുമ്പം നമ്മൾ എവിടെയാ പോകുന്നേ എന്ന് നമുക്ക് അറിയണമല്ലോ. അറിയണമെങ്കിൽ സർക്കിൾ ഒന്ന് സെറ്റ് ആക്കാൻ നോക്കുവാന്നേ മിസ്. ഇപ്പൊ സെറ്റായില്ല, സർക്കിൾ നോക്കട്ടെ. നമ്മുടെ ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറയുമ്പോൾ ഇക്വേറ്റർ പാസ് ചെയ്യുന്ന, ഇക്വേറ്ററിന് വേറെ ഷെയ്ഡ്, ഇക്വേറ്റർ പാസ് ചെയ്യുന്ന ഏരിയ ആണ്. ഇക്വേറ്റർ പാസ് ചെയ്യുന്ന ഏരിയ. അപ്പം അതിനെയാണ് ആ റീജിയനിൽ എങ്ങനെയാണ് ടെമ്പറേച്ചർ ഉണ്ടാവുന്നത്, അനുഭവപ്പെടുന്നത്, അവിടുത്തെ ക്ലൈമാറ്റിക് ചേഞ്ചസ് എന്തൊക്കെയാണ്, ക്ലൈമറ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. അപ്പം ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറഞ്ഞു. ഇക്വറ്റോറിയൽ അഥവാ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇക്വറ്റോറിയൽ എന്നല്ല ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇക്വേറ്ററിലൂടെ എങ്ങനെ പോകുന്നു, ഇക്വേറ്ററിലൂടെ ഇതെങ്ങനെ ചെയ്യുന്നു, ഇക്വേറ്ററിന് അടുത്തുള്ള ഏരിയസിലൊക്കെ ഈ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും എന്നത് ഇത്ര ഡീപ്പായിട്ട് നമ്മൾ അറിയുന്നു. ഇനി ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സർക്കിൾ അഥവാ ഗ്ലോബിന്റെ, നമ്മൾ എർത്തിനെ സ്പെറിക്കൽ ഷേപ്പായിട്ടാണ് പറയുന്നത്. എന്നാലും ഫോർ ദ കൺവീനിയൻസ് ഓഫ് അവർ സ്റ്റഡി വി യൂസ് സർക്കിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സർക്കിള് യൂസ് ചെയ്യുന്നു. മിസ് പറഞ്ഞു ഇത് ഇക്വേറ്റർ ആണ്. ഈ യെല്ലോയിൽ ചെയ്തിരിക്കുന്ന ഇക്വേറ്റർ ആണെന്ന് പറഞ്ഞു. ഇനി ഇക്വറ്റോറിയൽ റീജിയൻ കറക്റ്റ് പോയിന്റ് അറിയണ്ടേ? അതായത് നമ്മൾ ഏത് ലൈനിൽ കൂടെയാണ്, ലാറ്റിറ്റ്യൂഡിൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിൽ, ഇതിനെ പറ്റിയാണ് മിസ് ഉദ്ദേശിക്കുന്നത്. ഏതിലാണ്? 10 ഡിഗ്രി നോർത്ത് ആൻഡ് 10 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് എന്നാണ്. ലാറ്റിറ്റ്യൂഡ് ആ ഏരിയ കൂടിയാണ് ഈ ഇക്വറ്റോറിയൽ റീജിയനെ നമ്മൾ കണക്കുന്നത്. അതിലൂടെ പോകുന്ന ഏരിയാസ് ഈ 10 ഡിഗ്രി നോർത്തിനും 10 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള ആ ഒരു റീജിയൻ, അവിടെ ഏതൊക്കെ കൺട്രീസ് സ്റ്റേറ്റ് ചെയ്യുന്നു, ആ കൺട്രീസിന്റെ
ഏതൊക്കെ കൺട്രീസ് ലൈ ചെയ്യുന്നു, ഏതൊക്കെ കൺട്രീസ് പാസ് ചെയ്യുന്നു, അതിൻ്റെ ഫീച്ചേഴ്സ്, ആ നാട്ടിലുള്ള ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് എന്താണ്. അപ്പം ഈ ഒരു ഇക്വേറ്ററിലൂടെ ഈ മിസ് പറഞ്ഞ 10 ഡിഗ്രി നോർത്ത് എന്താണ്, 10 ഡിഗ്രി നോർത്തും 10 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡും വരുന്ന എത്ര കൺട്രീസ് പാസ് ചെയ്യുന്നുണ്ട്? ഇറ്റ്സ് 13 കൺട്രീസ് പാസ് ചെയ്യുന്നുണ്ട്. നോട്ട് ദാറ്റ് പോയിന്റ്, 13 കൺട്രീസ് ആണ് പാസ് ചെയ്യുന്നത്. ഈ 13 കൺട്രീസ് പാസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കൺട്രീസും ചിലപ്പോൾ ഓർത്തിരിക്കത്തില്ല. എന്നിരുന്നാലും മിസ് 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺട്രീസിന്റെ നെയിം പറയാം. അതിൽ കോണ്ടിനെന്റ് ഏത് നോക്കുമ്പോൾ ഏഷ്യയിൽ ഏതാ ഉള്ളത്? ഇന്തോനേഷ്യ, മലേഷ്യ. അതേപോലെ ആഫ്രിക്കയില് കെനിയ, സൗത്ത് ആഫ്രിക്കയില് ബ്രസീല്, കൊളംബിയ, പെറു. ഈ ഒരു കൺട്രീസ് ആണ് മെയിൻലി പാസ് ചെയ്യുന്നത്. വേറെ മറ്റ് കൺട്രീസ് ഉണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ ആഫ്രിക്ക, കെനിയ പെട്ടെന്ന് ഓർത്തിരിക്കാൻ സാധിക്കും. കെനിയ ഫുട്ബോളൊക്കെ കാണുന്നവരാവുന്നതുകൊണ്ട് തന്നെ ബ്രസീലൊക്കെ പെട്ടെന്ന് വരും. ബ്രസീലിനെ പറ്റി നമ്മൾ പറയുന്നില്ല. അപ്പൊ ഈ സൗത്ത് അമേരിക്കയിലെ ബ്രസീലും ഓർത്തിരിക്കാൻ പെട്ടെന്ന് സാധിക്കും. ഫുട്ബോൾ പ്രേമികൾ ഉണ്ടാവുമല്ലോ എന്തായാലും. ഈ ഒരു ഇക്വേറ്ററിലൂടെ കടന്നു പോകുന്ന കുറച്ച് കൺട്രീസ് ആണ് മിസ് പറഞ്ഞത്. അപ്പൊ ആലോചിക്കും ഈ കൺട്രീസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഈ കൺട്രീസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീച്ചേഴ്സ്, ഫസ്റ്റ് ഫീച്ചർ എന്താ? നമുക്കറിയാം ഈ ഇക്വേറ്ററിന്റെ പ്രത്യേകത എന്താ. ഇക്വേറ്റർ എന്ന് പറയുമ്പോൾ സെൻട്രിൽ കൂടി പോകുന്നു. അപ്പൊ അവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അതെ, സൂര്യന്റെ ഒരു പ്രസൻസ് ത്രൂ ഔട്ട് ദ ഇയർ ഉണ്ടാവും. സൂര്യന്റെ ഒരു പ്രസൻസ് ത്രൂ ഔട്ട് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് പറയാം അവിടുത്തെ ടെമ്പറേച്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സമ്മറിന്റെ ഹോട്ടാണ്. ഒരു ഹോട്ട് ക്ലൈമാറ്റിക് ഫീച്ചറാണ്. അപ്പൊ ഫസ്റ്റ് ഫീച്ചർ എന്താണ്? ഹോട്ട്നെസ്. അതെങ്ങനെയാണ് അവിടുത്തെ ടെമ്പറേച്ചർ വരുന്നത്? അവിടുത്തെ ടെമ്പറേച്ചർ വരുന്നത് ഏകദേശം ആനുവൽ മീൻ ടെമ്പറേച്ചർ ഒന്ന് ഷോർട്ടായിട്ട് എഴുതുന്നുള്ളൂ, നിങ്ങൾ ഫുള്ളായിട്ട് എഴുതിക്കോ. മന്ത്ലി മീൻ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് സെയിം ആണ്. എന്താണ്? അത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ് വരുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് 27 ഡിഗ്രി സെൽഷ്യസ്. എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ്. ഈ ആനുവലി മീൻ ആയിട്ട് എടുത്താലും ടെമ്പറേച്ചർ ആനുവൽ ബേസിസിൽ ഒരു ഓവറോൾ ആവറേജ് എടുക്കുകയാണെങ്കിലും അതേപോലെ തന്നെ മന്ത്ലി, അതായത് ഇപ്പം ഒരു മാസത്തെ മാത്രം ആവറേജ് നോക്കിയാലും രണ്ടും ഓൾമോസ്റ്റ് വരുന്ന ഒരു 27 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. അപ്പൊ എന്ത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും? ഒരു ത്രൂ ഔട്ട് ഇയറിൽ മോർ ഓർ ലെസ് സെയിം ആണ്. അതാണ് മിസ് പറഞ്ഞത്. ടെമ്പറേച്ചർ റിമെയിൻസ് മോർ ഓർ ലെസ് സെയിം ത്രൂ ഔട്ട് ദ ഇയർ. ആ വർഷം മുഴുവൻ ഏകദേശം ഒരു സെയിം ഇതായിരിക്കും, ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാകുന്നത്. നോ സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻ ഇൻ ദ ആനുവൽ ആൻഡ് ഡയurnal റേഞ്ചസ് ഓഫ് ടെമ്പറേച്ചർ. അതായത് നമ്മൾ ഏതൊരു കാലാവസ്ഥ നോക്കിയാലും മിസ് പറഞ്ഞില്ലേ ഈ ഒരു 27 ഡിഗ്രി സെൽഷ്യസിലാണ് ഇങ്ങനെ പോകുന്നത്. അപ്പൊ വലുതായിട്ട് വേരിയേഷൻ ഒന്നും ഉണ്ടാവാത്തതുകൊണ്ട് അവിടുത്തെ ടെമ്പറേച്ചർ ഒരു എന്താ നമുക്ക് നോർമൽ ഒരു സെയിം ആണ്, ഒരേ ഒരു ഹോട്ട്നെസ് ഒക്കെയാണ് ഫീൽ ചെയ്യുന്നത്. മിസ് പറഞ്ഞില്ലേ ഇക്വേറ്ററിന് നിൽക്കുന്നോണ്ട് തന്നെ സൂര്യൻ എന്തായിരിക്കും? ഡയറക്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പൊ ആ റീജിയൻസിന് ഹോട്ട് ആണെന്നും പറഞ്ഞു. ഇക്വേറ്ററില് കറക്റ്റ് നിൽക്കുന്നു. ഇക്വേറ്റർ ആണ് നമ്മുടെ ഇത്. അപ്പൊ നമ്മുടെ സൂര്യൻ എവിടെയാണ്? സൂര്യരശ്മികൾ കറക്റ്റ് ഇക്വേറ്ററിലേക്കാണ് വീഴുന്നത്, പതിക്കുന്നത്. നമ്മുടെ സൂര്യൻ ഭംഗി പോരല്ലേ? സാരമില്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. അപ്പം ഇത് ഡയറക്റ്റ് ആണ് ഇതിലേക്ക്
പാസ് ചെയ്യുന്നത് ഏതിലേക്ക്? ഇക്വേറ്റൽ റീജിയനിലേക്ക് തന്നെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. എപ്പോഴും എന്താണ്? ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കൊരു വിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ, അതായത് ഒരു ഡൽഹിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഡിസംബർ ടൈമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. എന്നാൽ കേരളത്തിലുള്ള നമുക്ക് ആ ഒരു തണുപ്പ് അത്രയും ഫീൽ ചെയ്യാറുണ്ടോ? ഇല്ല, നല്ല ഡിഫറൻസ് ഉണ്ടാവും. നമുക്ക് അത്രയ്ക്ക് മഞ്ഞോ നമ്മളെ ജാക്കറ്റ് ഒന്നും ഇട്ടായിരിക്കത്തില്ല റോഡിൽ കൂടി ഡിസംബർ മാസം പോകുന്നത്. നമ്മൾ നോർമൽ ആയിരിക്കും നമ്മുടെ ആ ഒരു ക്ലോത്തിങ് സിസ്റ്റം. എന്നാൽ ഈ ഇക്വറ്റോറിയൽ റീജിയനിൽ നിൽക്കുന്ന ഒരു ഹൈ ടെമ്പറേച്ചർ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വിന്റർ ഭയങ്കര സ്ട്രോങ് അല്ല. വിന്റർ ഇല്ല എന്നല്ല, നോട്ട് റിയലി എന്നാൽ വിന്റർ അത്ര എക്സ്ട്രീം ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ല അവർക്ക് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ അവരുടെ മോർണിംഗിന്റെ പ്രത്യേകത എന്താണ്? രാവിലത്തെ അവരുടെ പ്രത്യേകത എന്താ? സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. നമ്മുടെ അവിടെ ആണെങ്കിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോ എന്താ ഹൈ ഹീറ്റ് ആയിരിക്കും ഫീൽ ചെയ്യുന്നത്? അല്ല, ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. എന്തായിരിക്കും? മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. മോഡറേറ്റ് ടെമ്പറേച്ചർ. എന്നാൽ നമ്മൾ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെറിയ തണുപ്പൊക്കെ ഉണ്ടാവും. എന്നാൽ സൂര്യൻ ഉദിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു 8 മണി സമയം. എന്നാൽ 10 മണി 11 മണി ഒരു 12 മണി 1 മണിയിലൊക്കെ എത്തുമ്പോഴേ 12 മണി 1 മണിയൊക്കെ എത്തുമ്പോൾ വിശപ്പിന്റെ വിളിയല്ല പറയുന്നത്, ടെമ്പറേച്ചറിന്റെ വിളിയാണ്. ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? ഹൈയിലേക്ക് എത്തും. അതായത് ഈ ടൈം കൂടും തോറും, ഡേ പ്രോഗ്രസ് ചെയ്യും തോറും ടെമ്പറേച്ചറും കൂടി വരും. ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കൂടി വരും. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് റൈസ് ഇൻ ടെമ്പറേച്ചർ ആയതുകൊണ്ട് ഹൈ റേറ്റ് ഓഫ് ഇവാപറേഷൻ ഉണ്ടാവും. എന്താണ്? നോട്ട് ദാറ്റ് പോയിന്റ്. ഇറ്റ്സ് എ വെരി ഫീച്ചർ ഓഫ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയന്റെ വലിയൊരു ഫീച്ചർ തന്നെയാണ്. അവർക്ക് എന്തുകൊണ്ടാവും? ഹൈ ടെമ്പറേച്ചർ ഉള്ള പോലെ തന്നെ അവർക്ക് ഇവാപറേഷന്റെ റേറ്റും ഉണ്ടാവും. ഇവാപറേഷന്റെ റേറ്റും ഹൈ ആയിരിക്കും. സെറ്റാക്കി. ഇവാപറേഷന്റെ റേറ്റും കൂടുതലായിരിക്കും. നമ്മൾ തന്നെ ഒരു 2 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും നമുക്ക്. ഇപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ഇവാപറേഷൻ, അത് തുണിയൊക്കെ ഉച്ചക്കൊക്കെ നനച്ചിട്ട് കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സമയത്താണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടത്തില്ലേ? അത് തന്നെ സംഭവം. ഇവാപറേഷന്റെ റേറ്റും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഉച്ച കഴിയുമ്പോൾ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ്? മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മള് ചിലപ്പം സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ മഴയായിരിക്കത്തില്ല ചില ദിവസങ്ങളിൽ. നമ്മള് അന്നായിരിക്കും കൃത്യമായിട്ടും കുട എടുക്കാതെ വരുന്നത്. മഴ നനയും ഫുള്ള്. വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാരുടെ നിന്നും വഴക്ക് കിട്ടും. അതെന്താ വെച്ചാൽ ഈ ഇവാപറേഷൻ, നീരാവി, പിന്നീട് നമ്മൾ പഠിച്ചിട്ടില്ലേ ആ ഒരു സൈക്ലിക് പ്രോസസ്സ്, അത് ഡൗൺവേർഡ് ആവുന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ റെയിൻ കിട്ടുന്നത്. നമ്മളെന്താ ഇപ്പൊ ഹോട്ടിനെ പറ്റിയാണ് പറഞ്ഞത്. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനില് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. ബിക്കോസ് അവിടെ സൂര്യരശ്മികൾ ഡയറക്റ്റ് അടിക്കുന്നുണ്ട്. അപ്പൊ ടെമ്പറേച്ചർ അവിടെ കൂടുതലായിരിക്കും. ഇവാപറേഷൻ കൂടും. ഇവാപറേഷന്റെ റിസൾട്ട് ആയിട്ട് നമ്മുടെ എന്തുണ്ടാവും? റെയിൻഫാളും ഉണ്ടാവും. അപ്പോൾ എന്താണ്? ഇക്വറ്റോറിയൽ റീജിയന്റെ അടുത്തൊരു സിറ്റുവേഷൻ ആണ്, ക്ലൈമാറ്റിക് ഫീച്ചർ ആണ് സമ്മർ അല്ലെ ഹോട്ട് സൺ എന്ന് പറയുന്നതിനെക്കാട്ടിലും നമുക്ക് ഹോട്ട് സമ്മർ, നല്ലൊരു ചൂടായ അവസ്ഥ എന്ന് പറയുമ്പോൾ തന്നെയും ഒരു റെയിൻഫാൾ വരുന്നു. മഴയാണല്ലോ വരുന്നത്, കൂടെ എടുക്കണമല്ലോ എന്ന് നമ്മൾ പറയത്തില്ലേ? അത് തന്നെ. ചൂടായി, ഇനി മഴയിലേക്ക് പോകുന്നു. അപ്പൊ മഴ എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായല്ലോ. മഴയിലേക്ക് പോവാം. മഴ എത്തുന്നു. മഴ എത്തിയ മഴയുടെ പ്രത്യേകത എന്താ? ഇറ്റ്സ് ഹെവി. നല്ല അടിപൊളി മഴയായിരിക്കും. And the feature is well distributed. Well distributed. Well distributed ആയിരിക്കും. ഏകദേശം ആനുവൽ റെയിൻഫാൾ വരുന്നത് 175 സെന്റിമീറ്റർ ടു എത്രയാണ്? 250 സെന്റിമീറ്റർ.
250 സെന്റിമീറ്ററിലാണ് വരുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഒരു റെയിൻഫാളിന്റെ പ്രത്യേകത? എങ്ങനെയാണ് ഈ റെയിൻഫാൾ വരുന്നത്? ഹൈ ടെമ്പറേച്ചർ ഉണ്ട് അവിടെ. ഹൈ ടെമ്പറേച്ചർ ഉണ്ടായതുകൊണ്ട് ഹൈ റേറ്റ് ഓഫ് ഇവാപ്രേഷൻ ഉണ്ട്. ഇവാപ്രേഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ, ഇവാപ്രേഷന്റെ റേറ്റ് അവിടെ ഹൈ ആയതുകൊണ്ട് തന്നെ ഹെവി റെയിൻഫാൾ ആയിരിക്കും വരുന്നത്. എന്താണ്? ഹെവി റെയിൻഫാൾ ആയിരിക്കും വരുന്നത്. ആ ഹെവി റെയിൻഫാളിന്റെ റേറ്റ് എത്രയാണെന്നാണ് മിസ് പറഞ്ഞത്? അത് ഓർത്തിരിക്കുക, 175 to 250. 175 സെന്റിമീറ്റർ മുതൽ 250 സെന്റിമീറ്റർ വരെ ഉണ്ടാവും. ഇനി അവിടുത്തെ റെയിൻഫാളിന്റെ പ്രത്യേകത എന്താണ്? അവിടെ 2 റെയിൻഫാൾ ഉണ്ടാവും. എന്തൊക്കെയാണ്? കൺവെൻഷണൽ റെയിൻഫാളും ഉണ്ടാവും. ചില പ്ലേസസിൽ ഓറോഗ്രാഫിക് റെയിൻഫാളും ഉണ്ടാവുന്നുണ്ട്. എന്തൊക്കെയാണ്? കൺവെൻഷണൽ റെയിൻഫാളും ഓറോഗ്രാഫിക്കൽ റെയിൻഫാൾ. അപ്പൊ എന്താണ് ഈ കൺവെൻഷണൽ റെയിൻഫാൾ എന്ന് നോക്കാം. കൺവെൻഷണൽ റെയിൻഫാൾ, സൂപ്പർ അല്ലേ പേര്? റെയിൻഫാൾ. ഈ കൺവെൻഷണൽ റെയിൻഫാൾ ഉണ്ടാവും നമ്മൾ പറഞ്ഞു ഇക്വറ്റോറിയൽ റീജിയൻ ആണ്. അതെന്തുകൊണ്ടാണ്? സണ്ണിന്റെ എർത്തിന്റെ സർഫസ് ആണ്. സണ്ണല്ല, എർത്തിന്റെ സർഫസ്. എർത്തിന്റെ സർഫസില് ഇന്റൻസ് ആയിട്ടുള്ള ഹീറ്റ് വരുന്നു. എന്താണ് ഇന്റൻസ് ആയിട്ടുള്ള ഹീറ്റ് വരുന്നെന്ന് മിസ് പറഞ്ഞല്ലോ. സൂര്യൻ ഇവിടെ തന്നെ ഉണ്ട്, എവിടും പോകുന്നില്ല. സൂര്യൻ എവിടും പോകുന്നില്ല. അപ്പൊ ഇന്റൻസ് ആയിട്ടുള്ള ഹീറ്റ് അവിടേക്ക് പതിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? അവിടുത്തെ മോയിസ്ചർ എയറിന് എന്ത് ചെയ്യും? അതിങ്ങനെ മേളിലോട്ട് പൊങ്ങും. അത് മേളിൽ ചെന്നിട്ട്, ക്ലൗഡിന്റെ അവിടെ ചെന്നിട്ട് ഗ്രീനാക്കും. അത് ക്ലൗഡിലോട്ട് ചെന്നിട്ട് കണ്ടൻസ് ഇൻറ്റു ക്ലൗഡ്സ്. ക്ലൗഡ്സിലേക്ക് ഏത് ചെന്നു? കണ്ടൻസ്ഡ് ആയിട്ട് ക്ലൗഡിൽ ചെല്ലുന്നു. അങ്ങനെ ചെന്നിട്ട് പെയ്യുന്ന മഴയാണ് കൺവെൻഷണൽ റെയിൻഫാൾ എന്ന് വിളിക്കുന്നത്. അതിന്റെ ഒരു ഫീച്ചറാണ് ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കും അതിന്. അതേപോലെ തന്നെ ആഫ്റ്റർനൂൺ ഒക്കുറൻസ് ആയിരിക്കും. ആൻഡ് ദ ഫീച്ചർ അസോസിയേറ്റഡ് വിത്ത് തണ്ടർ സ്റ്റോംസ്. എന്താണ്? നമ്മുടെ കേരളത്തില് ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടി വരുന്ന മഴയെ നമ്മൾ എന്ത് വിളിക്കും? അത് ഏത് മാസത്തിലാണ് വരുന്നത്? ഒന്ന് കമന്റ് ബോക്സിലിട്ടെ. ആരെങ്കിലും ഒക്കെ മഴയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കട്ടെ. പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയുടെ ഫീച്ചേഴ്സ് അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കട്ടെ. അപ്പം കൺവെൻഷണൽ റെയിന്റെ പ്രത്യേകത മനസ്സിലായല്ലോ. സിമ്പിൾ ആണ്. സൂര്യൻ അടിക്കുന്നു, ആ സൂര്യന്റെ ചൂട് കാരണം പെട്ടെന്ന് മേളിലോട്ട് പോകുന്നു, മോയ്സ്ചർ എയർ മേളിലോട്ട് പോകുന്നു, മേളിൽ ചെന്നിട്ട് കണ്ടൻസ്ഡ് ആയിട്ട് ക്ലൗഡ് വരുന്നു, മഴ പെയ്യുന്നു. സിമ്പിൾ പ്രോസസ് ആയിരുന്നു. അത് വരുന്നു. ഇനി ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്താണ് നോക്കാം. ഓറോഗ്രാഫിക് റെയിൻഫാൾ. ഓറോഗ്രാഫിക് റെയിൻഫാൾ. ഈ ഒരു റെയിൻഫാളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മൗണ്ടൻ ഏരിയയിലാണ്. മിസ്സിന്റെ മൗണ്ടൻ വളരെ പീക്കായി പോയില്ലേ? സ്പ്രെഡഡ് ആയിട്ട് മൗണ്ടൻ ചെയ്യും. മൗണ്ടൻ ഏരിയയില് മോയിസ്ചർ എയർ ഫോഴ്സ്ഡ് ആയിട്ട്, എന്താണ് ഈ ഒരു ടേം ശ്രദ്ധിക്കും, when moist air is forced to rise over a mountain or an elevated terrain. അതായത് എന്തോ എലിവേറ്റഡ്, അതൊരു ഹൈറ്റിലേക്ക് ഫോഴ്സ്ഫുള്ളി മോയിസ്ചർ എയർ പോകുന്നു. ആരുടെ നിർബന്ധത്താൽ, എന്തോ കാരണത്താൽ നിർബന്ധിച്ച് ഞാൻ ഇന്ന് കേറിയിരിക്കും, കുന്ന് കയറി പോവാ, അങ്ങനെ നിർബന്ധിച്ച് കയറിപ്പോ ഭയങ്കര ഫോഴ്സ്ഫുള്ളി, എവിടെയോ ഫോഴ്സ്ഫുള്ളി, സ്വയമായിരിക്കാം, മേ ബി ആരെങ്കിലും ഫോഴ്സ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണല്ലോ നമുക്ക് ഫോഴ്സ്ഫുള്ളി പോകാൻ പറ്റുന്നത്. ഒന്നീ വേറെ ആരെങ്കിലും പ്രേരണ കൊണ്ട് നമ്മുടെ സ്വയം അല്ലേ ഒരു മെന്റൽ ഫോഴ്സ് കാരണം നമ്മൾ പോകുന്നത്. അപ്പം ഈ മോയ്സ്ചർ എങ്ങനെയാണ് ഫോഴ്സ്ഫുള്ളി റൈസ് ഓവർ മൗണ്ടൻസ് ഓർ എലിവേറ്റഡ് റീജിയൻ. എന്തെങ്കിലും ഹൈ ഏരിയസിൽ ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി പോയിട്ട് മഴ പെയ്യുന്നതിനെയാണ്, ആ ഒരു റെയിൻഫാളിനെയാണ് ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്ന് പറയുന്നത്.
ഇതിനെ ഈ ഓറോഗ്രാഫിക് റെയിൻഫാളിനെ നമ്മൾ മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. മറ്റൊരു വേറെ പേരെന്താണ്? റിലീഫ് റെയിൻഫാൾ. റിലീഫ് റെയിൻഫാൾ എന്നും അറിയപ്പെടുന്നു. ഹൈറ്റ് ഉള്ളിടത്താണ് ഇത് ടെറൈൻ രീതിയിലാണ്. അപ്പൊ മനസ്സിലായല്ലോ, ഇക്വറ്റോറിയൽ റീജിയനില് റെയിൻഫാൾ ഹെവി ആണ്. അവിടെ പെയ്യുന്ന രണ്ട് ടൈപ്പ് ഓഫ് റെയിൻഫാൾ ഉണ്ട്. ഒന്ന് കൺവെൻഷനും മറ്റൊന്ന് ഓറോഗ്രഫിക്കൽ. ഇനി അടുത്ത് ഈ റെയിൻഫാൾ ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. സോ പറഞ്ഞു മോയിസ്ചർ എയർ പോകുന്നുണ്ട്. ഈ മോയിസ്ചർ എയറിന്റെ ഒരു കാരണം ആ ഒരു റീസണൽ കാരണം പലപ്പോഴും എന്താണ് പറയാ, സൈക്ലോൺസ് അവിടെ ഫേസ് ചെയ്യാറുണ്ട്. സൈക്ലോൺസ് പറയുമ്പം ഈ ഡോൾഡ്രം ആണ് അതിന് കാരണം എന്താ മിസ് പറയാം. സൈക്ലോൺസിലേക്ക് പറയുന്നതിന് മുമ്പ് ഡോൾഡ്രംസിനെ കുറിച്ച് മിസ് ഒന്ന് പറയാം. ഡോൾഡ്രംസിന്റെ പ്രത്യേകത മിസ് എന്തായിരുന്നു പറഞ്ഞത്? എപ്പോഴും നമ്മൾ പറയുന്നൊരു ഫീച്ചറാണ്, ഇക്വറ്റോറിയൽ റീജിയനിൽ സൂര്യനുണ്ട്. സൂര്യന് നന്നായി ചൂടാക്കുന്നു, ഈ ഏരിയ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ എന്തുണ്ട്? ചൂടുണ്ട്. അപ്പം ഇങ്ങനെ ചൂട്, ദാറ്റ് മീൻസ് ഹൈ ടെമ്പറേച്ചർ ഉണ്ട്. ഹൈ ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ടെമ്പറേച്ചർ ഇവിടെ കൂടുതലാണ്. ടെമ്പറേച്ചർ ഉണ്ടോ? ടെമ്പറേച്ചർ കൂടുതൽ അല്ലെ, നമുക്ക് സൂര്യൻ തന്നെ വരയ്ക്കാം. സൂര്യൻ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ ഇതിലൂടെ സെറ്റ് ആയില്ലേ? അപ്പൊ സൂര്യന്റെ ടെമ്പറേച്ചർ അവിടെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ കുറവായിരിക്കും. എന്തായിരിക്കും? പ്രഷർ ലോ ആയിരിക്കും. ലോ പ്രഷർ ആയിരിക്കും. അങ്ങനെ വരുമ്പോ ഈ എയറിന് എന്തോ ഈ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് കുറവാവും. അവർക്ക് മൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ട് വരും. അവിടെ പ്രഷർ വലുതായിട്ടില്ല, ബട്ട് ദേ ഹാവ് ഹൈ ടെമ്പറേച്ചറും ഉണ്ട്. അപ്പൊ ഇതിലേക്ക് മൂവ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ പറ്റാതെ വരുന്ന അവിടുത്തെ ആ ഒരു ഫീച്ചറാണ് എന്താണ്? അവിടുത്തെ ഒരു വിൻഡിന്റെ രീതിയാണ്. ഇങ്ങനെ ഒരു ഫീച്ചറാണ് എന്തെന്ന് പറയുന്നത്? ഡോൾഡ്രം. ഈ ഡോൾഡ്രം കാരണം അവിടെ സൈക്ലോൺസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണെന്നാണ് പറയുന്നത്. The atmospheric disturbance caused by the convergence of air currents in the doldrum occasionally lead to the intermittent rainfall of cyclonic origin. സൈക്ലോണിന്റെ ഒറിജിൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടാകും. അപ്പം മിസ് ഇപ്പൊ പറഞ്ഞു സൈക്ലോൺസ് ഇങ്ങനെ വരും. അവിടെ ആ വന്നതിന്റെ കാരണം എന്താ? അതായത് ഇവിടെ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും വന്നു. അപ്പം അവിടെ നടക്കുന്ന വിൻഡിന്റെ മൂവ്മെന്റ് എന്താണ്? വിൻഡിന്റെ മൂവ്മെന്റ്. റെയിൻഫാളിൽ നിന്ന് മിസ് പതുക്കെ വിൻഡ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ആർക്കും വിട്ടുപോകരുത്. എവിടെയെങ്കിലും സ്കിപ്പായി പോകുന്നുണ്ടെങ്കിൽ തിരിച്ചു പിടിച്ചോണേ മിസ് പറയാം. അപ്പം വിൻഡിന്റെ കാര്യം, വിൻഡ് എങ്ങനെയാണ് പോകുന്നത് മിസ് പറഞ്ഞല്ലോ. റെയിൻ വരണമെങ്കിൽ മോയ്സ്ചർ എയർ മേളിൽ പോകുന്നു, കണ്ടൻസ് ചെയ്യുന്നു, അത് മഴയെ പെയ്യുന്നു. അപ്പൊ ഇതിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറാണ് വിൻഡ്. വിൻഡിന്റെ ഫ്ലോ അതാണ് ഇവിടെ മിസ് പറഞ്ഞത്. ഡോൾഡ്രമ്മിന് ഇത് വേറെ ഷെയ്ഡിൽ കൊടുക്കാം. ഇക്വേറ്ററിന്റെ ഈ ഡോൾഡ്രമ്മിന് ഇഫക്റ്റ് ആവുന്നത് വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വറ്റോറിയൽ റീജിയനിൽ പറഞ്ഞില്ലേ ഇങ്ങനെ ഹൊറിസോണ്ടലി എയറിന് പോവാൻ മിനിമം പറ്റത്തുള്ളൂ, മിനിമലിയേ അത് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും വിൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മോഡറേറ്റ് രീതി ആയിരിക്കും. എന്തായിരിക്കും? മോഡറേറ്റ് രീതി ആയിരിക്കും.
ഓക്കെ, വിൻഡിന്റെ പ്രത്യേകത എന്താ? ഒരു മോഡറേറ്റ് രീതിയിലേ അവിടെ വീശത്തുള്ളൂ. അതിന് വീശിയാൽ തന്നെ എങ്ങനെയായിരിക്കും? Some relief along the coastal areas blows from the sea brings some relief along the coastline. അപ്പം ഈ ഒരു മോഡറേറ്റ് റെയിൻ കൊണ്ട്, എന്താണ് മോഡറേറ്റ് റെയിൻ കൊണ്ട് പറയാം, ഗ്രാഫ് വേണമെന്ന് യൂസ് ചെയ്യും. ഓക്കെ, ഈ മോഡറേറ്റ് പറഞ്ഞല്ലോ, മോഡറേറ്റ് വിൻഡാണ്. ഇത് എവിടെ നിന്നാണ് വീശുന്നത്? സീയിൽ നിന്ന് വീശുന്നതായതുകൊണ്ട് കോസ്റ്റൽ ഏരിയ അടിപൊളിയായിരിക്കും. എന്തായിരിക്കും? കോസ്റ്റൽ ഏരിയ അടിപൊളിയായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അവിടെ ആളുകൾ കൂടുതൽ താമസിക്കാനായിട്ട് പ്രിഫർ ചെയ്യും. പോപ്പുലേഷൻ അവിടെ ഹൈ ആയിരിക്കും. ഹൈ ആയിരിക്കും. എന്തുകൊണ്ട്? അപ്പം നിങ്ങൾക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് കോസ്റ്റൽ ഏരിയാസിൽ, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലുള്ളവര് കോസ്റ്റൽ ഏരിയാസ് എന്തുകൊണ്ട് പ്രിഫർ ചെയ്യുന്നു? അപ്പം നമുക്ക് പറയാം, അവിടുത്തെ വിൻഡൊക്കെ മോഡറേറ്റ് ആണ്. അവിടെ ത്രൂ ഔട്ട് ഒരു ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ പോലും ഈ ഒരു കോസ്റ്റൽ സീക്ക് അടുത്തുള്ള ഏരിയ എന്ന് പറയുന്നത് മോഡറേറ്റ് വിൻഡൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ ആളുകൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് എവിടെയാണ് ഇഷ്ടം താമസിക്കാൻ? ഏത് ഏരിയകളിലാണ്? കോസ്റ്റൽ ഏരിയ, ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ്, ഏത് ഏരിയ ആയിരിക്കും നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? നമ്മളെല്ലാവരും കോസ്റ്റൽ ഏരിയ പ്രിഫർ ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, നമ്മള് കോസ്റ്റൽ ഏരിയയിൽ ഇപ്പം നിൽക്കുകയാണേ. ഇനി കോസ്റ്റൽ ഏരിയ വിൻഡിന്റെ മറ്റൊരു ഫീച്ചറാണ്, അതായത് വിൻഡിന്റെ ഒരു ലോക്കൽ വിൻഡ് എന്ന് നമുക്ക് പറയാം. ലോക്കൽ വിൻഡ് എന്ന് പറയുമ്പം എന്താ? ലോക്കൽ വിൻഡ് ലോക്കൽ വിൻഡിന്റെ പേരാണ് ഹർമാട്ടൻ. എന്താണ്? ഹർമാട്ടൻ. ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും, ഞാൻ ഹർമാട്ടൻ എന്ന് പറയുമ്പോ മിസ് വേണ്ട, അത് ഓർക്കണ്ട. ആരെയും വേണച്ചാ നമുക്ക് ഈ നെയിമൊക്കെ, ഹർമാട്ടൻ അടിപൊളി പേരാണ്, യൂസ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇവിടെ ഇപ്പൊ യൂസ് ചെയ്യാം. ഈ ഹർമാട്ടൻ ഒരു ലോക്കൽ വിൻഡിന്റെ ഫീച്ചർ എന്താണെന്ന് ചെയ്യാം, ബ്ലോ അലോങ് ദ ഗുനിയ കോസ്റ്റ് ഡ്യൂറിങ് ദ നൈറ്റ്. എവിടെയാണ് ഇത് വീശുന്നത്? ഗുനിയ കോസ്റ്റില് ഇത് വീശിയടിക്കുന്നു. വീശിയടിക്കുന്ന എപ്പോഴാണ്? നൈറ്റ് ടൈമിലാവുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ കുറവായിരിക്കും. എന്തായിരിക്കും? ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പം ടെമ്പറേച്ചർ അവിടുത്തെ കുറവായിരിക്കും. അതായിരിക്കും അതിൻ്റെ ഒരു ഫീച്ചർ. ലോക്കൽ വിൻഡിന്റെ ഈ പേരെന്ന് ഓർത്തിരിക്കുക. വൺ വേർഡ് ആയിട്ട് ചോദിക്കും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ആ ഒരു പേരും വിൻഡിന്റെ ഫീച്ചറും എന്താണ്. ആൻഡ്രീസ് മിസ് അപ്പം പറഞ്ഞു, റെയിൻഫാൾ പറഞ്ഞു, ഇനി വിൻഡടിച്ച് നമുക്കിനി നല്ലൊരു തണുപ്പ്, സ്നോഫാൾ എക്സ്പീരിയൻസ് ചെയ്യാം. എന്താണ്? ഇനി നമുക്കൊന്ന് സ്നോഫാൾ എക്സ്പീരിയൻസ്. അപ്പൊ നമുക്കൊരു ഡൗട്ട് അല്ലേ മിസ്, ഇത്രയും നേരം എന്തോ പറഞ്ഞ ഹൈ ടെമ്പറേച്ചർ ആണ്, അവിടെ സൂര്യൻ ഇങ്ങനെ തൊട്ടടുത്ത് ഇരുന്ന് അടിച്ചോണ്ടിരിക്കുക. അപ്പൊ എന്താണ് അവിടെ ഉണ്ടല്ലോ? ഹൈ ടെമ്പറേച്ചർ ആണ്, അവിടുത്തെ സൂര്യരശ്മികൾ ഉണ്ട്. അപ്പം ത്രൂ ഔട്ട് ദ ഇയർ ആണ്, ഏകദേശം 27 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളിടത്ത് ഈ മഞ്ഞും ഉണ്ടാവുമോ? സ്നോഫാൾ ഉണ്ടാകുമോ? അതെങ്ങനെയായിരിക്കും വരുന്നത്? ഒരു ഡൗട്ട്.
ഉണ്ട്. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലും സ്നോഫാൾ ഉണ്ട്. അതെവിടെയാണെന്ന് മിസ് അറിയാം. ഇങ്ങനെ ടെസ്റ്റിൽ തന്നെ ഉള്ളൊരു എക്സാമ്പിളാണ്, വലിയൊരു എക്സാമ്പിളാണ്. ഫേമസ് ഞാൻ പറയണോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം അറിയാലോ, ഓർത്ത് കാണും. ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ, മിസ് എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണ് എഴുതാൻ പോന്നേ എന്ന്. എന്താണ്? കിളിമഞ്ചാരോ, മൗണ്ട് കിളിമഞ്ചാരോ. അവിടുത്തെ കാര്യം പറയാം. കിളിമഞ്ചാരോ പാട്ടൊക്കെ ഓർമ്മ വരുന്നവരുണ്ടാവും. ആ പേര് നമുക്ക് ഓർത്തിരിക്കണം. അതെ, അവിടെ പാട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്, കിളിമഞ്ചാരോ എന്ന്. എവിടെയാണ് കിളിമഞ്ചാരോ? താൻസാനിയയിലാണ്. എവിടെയാണ്? താൻസാനിയയിലാണ്. അപ്പൊ ഈ കിളിമഞ്ചാരോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാ, ചെറുതാക്കാം, കാണാൻ പറ്റത്തില്ലേ? ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തോളൂ. അവിടെ ഹൈ പീക്സ് ആണ്, മൗണ്ട് അല്ലേ. സോ നേരത്തെ ഒരു മൗണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, ഹൈ ടെററിന്റെ കാര്യം. ഇവിടെ ഈ മൗണ്ടൻ ഹൈ പീക്സ് ആയതുകൊണ്ട് തന്നെ അവിടെ മഞ്ഞ് വീഴും. മഞ്ഞ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് അല്ലേ. ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആകുമ്പം സൂര്യന്റെ രശ്മികൾ ഡയറക്റ്റ് ആയിട്ട് പതിക്കുന്നില്ല. ഒരു താഴത്തെ പോർഷനിലൊക്കെ ആയിരിക്കും കൂടുതലും സൂര്യന്റെ രശ്മികൾ വരുന്നത്. മേലെ പക്ഷെ അത്രയ്ക്ക് ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ സ്നോ ഫാൾ തന്നെ ഉണ്ടാവാറുണ്ട്. സ്നോ ഇങ്ങനെ കവേർഡായി കിടക്കും. ഫാളിനെക്കാട്ടി ഇത്തിരി കൂടി സ്യൂട്ടബിൾ നമ്മൾ പറയുന്നത് കവേർഡായി കിടക്കുന്നതാണ്. കവേർഡ് സിറ്റുവേഷൻ ആണ്. സ്നോ ഫാളിനെക്കാട്ടി നമുക്ക് പറയാം സ്നോ കവേർഡ് ആണ്. എന്താണ്? സ്നോ കവേർഡ് ആയിരിക്കും. സ്നോ കവേർഡ് ആയിരിക്കും. സ്നോ കവേർഡ് ഏരിയ ആയിരിക്കും. സ്നോ കവേർഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ എന്താണ്? ടെമ്പറേച്ചർ കുറവായിരിക്കും. ടെമ്പറേച്ചർ കുറവാണ്. അതുകൊണ്ടാണ് അവിടെ മഞ്ഞ് വീഴുന്നത്. ഇത് ഇക്വറ്റോറിയൽ ഏരിയയിലുള്ള തന്നെയാണ്. എന്നിരുന്നാലും ചെറിയൊരു ഇതൊരു എക്സ്പെക്ടേഷൻ, ഒരു ഡിഫറെന്റ് കേസാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്താണ്? മൗണ്ടിന്റെ ഒരു ഹൈ പീക്കിലായിരിക്കും വരുന്നത്. അപ്പം ഈ കിളിമഞ്ചാരോയുടെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ കെനിയയിലെ കിളിമഞ്ചാരോയിലെ തന്നെ മറ്റൊരു മൗണ്ടിനാണ് കെനിയയിലെ മൗണ്ട് കെനിയ എന്നുള്ളത്. എന്താണ്? അത് എളുപ്പമല്ലേ, സിമ്പിൾ അല്ലേ? മറ്റേതും നിങ്ങൾക്ക് സിമ്പിൾ ആണ്, പാട്ട് വെച്ച് ഓർത്തിരിക്കും. മൗണ്ട് കെനിയയിലും ഈ ഒരു സ്നോ കവേർഡ് അതിന്റെ ഒരു പീക്കിൽ കാണാൻ പറ്റും, ഈ മൗണ്ടിൽ. അപ്പം എന്താണ് പറഞ്ഞത്? നമ്മൾ ഇക്വറ്റോറിയൽ റീജിയനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ മഴയെ പറ്റി പറഞ്ഞു, അവിടുത്തെ ടെമ്പറേച്ചറിനെ പറ്റി പറഞ്ഞു. നല്ല ചൂടുള്ള ടെമ്പറേച്ചർ ആണ്. ചൂടുള്ളപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ തോന്നുമെങ്കിലും നമ്മൾ ചൂടാണെങ്കിലും മഴയാണെങ്കിലും ചായ കുടിക്കും. അത് നമ്മുടെ ഒരു പ്രത്യേക ഒരു വൈബാണ്. അപ്പം ഇക്വറ്റോറിയൽ റീജിയനിലുള്ളവർക്ക് ചൂട് വളരെ അധികം കൂടുതൽ ആയിരിക്കും. ബിക്കോസ് ദേ ആർ ലൈങ് അറ്റ് ഇക്വറ്റോറിയൽ ഏരിയ ആയതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ഒരു പ്രസൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ അവർക്ക് ഹൈ ആയിരിക്കും. ഇവാപ്പറേഷൻ റേറ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അവിടെ മഴയും പെയ്യും. എങ്ങനെ? ഹെവി റെയിൻഫാൾ. അപ്പം രണ്ടാമത് നമ്മൾ എന്താ നോക്കിയത്? റെയിൻഫാൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് പോകുന്നത്. അവിടുത്തെ 2 റെയിൻഫാൾ ആണ് മെയിൻലി ഉള്ളത്. അപ്പൊ ആ റെയിൻഫാളിന്റെ ഫീച്ചറും മിസ് പറഞ്ഞു. പിന്നെന്തായിരുന്നു പറഞ്ഞു? റെയിൻഫാൾ കഴിഞ്ഞപ്പോൾ മിസ് എന്തിലേക്ക് പറഞ്ഞു? വിൻഡ്, കാറ്റ് എങ്ങനെ വീശുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ കാറ്റ് വീശുന്നതിന്റെ പ്രത്യേകത എന്താ? ഒരു ലോക്കൽ വിൻഡിനെ കുറിച്ചും മിസ് പറഞ്ഞു. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ആ നെയിം ഒന്ന് ഓർത്തിരിക്കുക. 2 മാർക്കിന് ബെസ്റ്റ് ആണ് ആ ക്വസ്റ്റ്യൻ. അപ്പം വിൻഡ് വരുന്നു, വിൻഡ് എങ്ങനെയാണെന്നും പറഞ്ഞു. പിന്നീട് മിസ് പറഞ്ഞത് സ്നോഫാൾ, മഞ്ഞ് വീഴുന്നു. ഇക്വറ്റോറിയൽ റീജിയനിൽ വലിയൊരു ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് അത് ചെറിയൊരു ഏരിയയിൽ മാത്രമാണ് ഈ മഞ്ഞ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് മിസ് പറഞ്ഞത്
മഞ്ഞിനും അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഇന്ന് അതേപോലെ ഡോൾഡ്രമിന്റെ പ്രത്യേകത മിസ് പറഞ്ഞു. ഈ വിൻഡ് വരുമ്പോൾ എങ്ങനെയാണ് ഡോൾഡ്രം ഇഫക്റ്റ് അവിടെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. ഡോൾഡ്രമിൽ ഇഫക്റ്റ് ഉണ്ടെങ്കിൽ പോലും ഡോൾഡ്രം എന്തായിരുന്നു മിസ് പറഞ്ഞത്? ഇങ്ങനെ ആ ഒരു ടേം ഓർത്തിരിക്കണം, അതൊരു ഇമ്പോർട്ടൻ്റ് ടേം ആണ്. അതുകൊണ്ടാണ് മിസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നത്. ഡോൾഡ്രം മിസ് വരയ്ക്കാമേ. ഇക്വറ്റോറിയൽ റീജിയൻ ഡോൾഡ്രം വരുന്നു. ഈ ഡോൾഡ്രം വരുന്നേ. ഡോൾഡ്രം എന്തായിരുന്നു പറഞ്ഞത്? ഇത് ഇങ്ങനെ ടൈറ്റ് ആയതുകൊണ്ട് ലോ പ്രഷറാണ്, അതിന് ട്രാവൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് ആയിരിക്കും. ബട്ട് ട്രേഡ് വിൻസിനാണെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല, അത് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നില്ല. ഡോൾഡ്രം എന്താണ് ആ ഒരു ടേമും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഡോൾഡ്രം എന്നുള്ള ഒരു ഫീച്ചറും അതേപോലെ തന്നെ ഈ ഇക്വറ്റോറിയൽ റീജിയനിൽ സൈക്ലോൺസിന്റെ പ്രസൻസും ഉണ്ടെന്ന് മിസ് പറഞ്ഞു. അതും ഒരു ഫീച്ചറാണ്, സ്പെഷ്യൽ ഫീച്ചറാണ്. ബിക്കോസ് നമ്മളെപ്പോഴും ഹൈ ടെമ്പറേച്ചർ എന്നൊരു ഫീച്ചർ മാത്രമേ സൂര്യനുണ്ട്, അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും എന്നൊരു ഫീച്ചർ മാത്രമേ പെട്ടെന്ന് തോന്നത്തുള്ളൂ. അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് ഈ 1-2 ടേംസ് ഓർത്തിരിക്കുക, അതൊരു സ്പെഷ്യൽ ഫീച്ചേഴ്സാണ്, തീർച്ചയായും അത് ഓർത്തിരിക്കണം. അപ്പോൾ എന്തായാലും സൈക്ലോൺസും വരുന്നുണ്ട്. ഇതാണ് ഇക്വറ്റോറിയൽ റീജിയന്റെ ഒരു ടെമ്പറേച്ചറിന്റെ, എന്താണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയന്റെ ടെമ്പറേച്ചറിന്റെ വേരിയേഷൻസ് മിസ് പറഞ്ഞത്. അപ്പൊ എന്തൊക്കെയായിരുന്നു മിസ് ഒന്നുകൂടി പറയാം. ഹോട്ട് സമ്മർ ആയിരിക്കും അവർക്ക്, ബട്ട് വിന്റർ എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രീം കേസ് അവർക്ക് പറയാൻ പറ്റത്തില്ല. ഒരു സമ്മർ ഡേയ്സ് ആയിരിക്കും അവർക്ക് കൂടുതലുള്ളത്. രണ്ടാമത് റെയിൻഫാൾ എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് മിസ് പറഞ്ഞത് സൈക്ലോൺസ് ഒക്കെ ഓർത്തിരിക്കുക. വിൻഡിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പിന്നീട് സംസാരിച്ചത് സ്നോ കവറിങ്, ഒരു സ്നോയി പീരീഡ്. സ്നോ ഉണ്ടോ ഇല്ലയോ, സ്നോ ഫാൾ ആണോ, കവർന്ന് നമുക്ക് പറയാം. സ്നോ ഫാൾ ആണോ കവറാണോ ഒരു ചോദ്യം. ഈ ഒരു ഇത്രയും സെക്ഷനാണ് ഇന്ന് മിസ് ഈ ഒരു സെക്ഷനിലൂടെ പറഞ്ഞത്. സിമ്പിൾ ടേംസ് ആണ്, ചില ടേംസ് ഓർത്തിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിൾ കാര്യങ്ങളാണ്, നമുക്ക് തന്നെ നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. ബിക്കോസ് നമ്മൾ പലപ്പോഴായിട്ട് പലരും ട്രാവൽ ചെയ്തൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത തന്നെ. നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ചാപ്റ്ററാണ് അതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളും. അപ്പം എങ്ങനെയാണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു, ടെമ്പറേച്ചറിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. അപ്പം ആ ഒരു ത്രൂ ഔട്ട് ഈ ഒരു ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയന്റെ ടെമ്പറേച്ചർ സെക്ഷന് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തന്നെ മിസ് വിശ്വസിക്കുന്നു. മിസ് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ടേം ആ ടേം ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് കേൾക്കണം. ഇനി വരുന്ന സെക്ഷനുകളിൽ ഈ ഒരു ഇക്വറ്റോറിയൽ റീജിയന്റെ നാച്ചുറൽ വെജിറ്റേഷൻ എന്താണെന്നും അവിടുത്തെ പീപ്പിൾ എങ്ങനെയാണെന്നും ഫ്ലോറ എങ്ങനെയാണെന്നും ഫോണ എങ്ങനെയാണെന്നും ഇങ്ങനെയുള്ള അവിടുത്തെ ഒരു ആനിമൽസ്, പ്ലാന്റ്സ്, പീപ്പിള് എല്ലാ ഫീച്ചേഴ്സും മിസ് സിമ്പിളായി തന്നെ പറഞ്ഞു തരും. അപ്പം ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ തന്നെ പറയണം. ഡൗട്ടുള്ളവർ വീണ്ടും കേൾക്കുകയും വേണം. ഈ ഒരു സെക്ഷൻ വീണ്ടും കേൾക്കണം, എന്നിട്ട് ചെയ്യണം. അപ്പം മിസ് ഇന്ന് ഇപ്പോൾ വൈൻഡപ്പ് ആവുന്നു. ബൈ. ഇനി സെക്ഷനിൽ മിസ് വരുന്നതായിരിക്കും. ബൈ.